അപ്പോൾ ഇവിടെ സിന്ദാബാദ് വിളിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രതീകമെന്ന നിലക്ക് സിന്ദാബാദ് വിളിക്കുന്നതാണ്. അത് മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി എന്നെ മാറ്റി തീർത്തിരിക്കുന്നത് എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വല്ലാത്ത അവസ്ഥയാകും. അവരോട് പറയാത്തൊരു കാര്യം ഞാനിപ്പോൾ ഒന്നുകൂടി പറയാണ്. ഇപ്പോൾ ഈ കടലിൻ്റെ അലയടി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് സംബന്ധിച്ച് നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി കടൽ കാണാൻ ചെന്നതാണ്. അപ്പോൾ തിരയിങ്ങനെ ആർത്തലച്ചടിക്കുകയാണ്. നമ്മൾ ഇതേ മട്ട് തന്നെ, ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് നല്ല ഹരായി, ഇതിങ്ങനെ അടിച്ചു വരികയല്ലേ തിര. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തു കൊണ്ടുവന്നു, ഇതിലേ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ടുവച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു. അടിക്കുന്നില്ല, ഇത് തിര വരുന്നില്ല. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തിരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി. പിന്നെ കുട്ടി കരച്ചിലായി, വല്ലാത്ത പ്രയാസമായി. അപ്പോൾ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തിരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കും. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും.